നമ്മളെ ഇന്ത്യ ഗേറ്റാണ് ഈ പാർക്കിൽ നിന്നാണ് കാണുന്നത് കേട്ടോ. ഇന്ത്യ ഗേറ്റ് പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരണപ്പെട്ട സൈനികരുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ 6 മാസമായ ചെറിയ കുട്ടിയും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് കണ്ടു. 6 മാസമായി അവനക്കും കാണാൻ ഭാഗ്യമുണ്ടായി. പോലീസ് പിടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വണ്ടി നല്ല ചളിയായിട്ടുണ്ട് ഓരോ. പക്ഷേ എൻ്റെ ഒപ്പമുള്ള റിയാസിൻ്റെ ദുബായിലെ വീട്ടിൽ നിന്ന് കോൾ വന്നു. അവർ ലണ്ടനിൽ നിന്ന് വരികയാണ്. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണിത്. ഇന്ത്യ ഗേറ്റിൻ്റെ പാർക്കിങ്ങിൽ ഞങ്ങൾ പാർക്ക് ചെയ്തു. അതിൻ്റെ പാർക്കിലേക്ക് കയറി. ഈ കാണുന്ന ഇതിൽ വെള്ളത്തിൽ മീനൊന്നുമില്ല കേട്ടോ. മീനുണ്ടോ നോക്കി, നമ്മൾ മീനിൻ്റെ ഒരാളായതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പാർക്കിൽ കയറി. ഈ ഭക്ഷണ സാധനങ്ങൾ കണ്ടാൽ കുട്ടികൾക്കൊക്കെ ഒരു സൈഡ് വലി ഐസ്ക്രീം അതൊക്കെ വാങ്ങിക്കൊടുത്താലും സൈഡ് വലിഞ്ഞുകൊണ്ടിരിക്കും. അതിൽ മാറ്റൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഞങ്ങളൊരു ക്യാമറമാനെ കണ്ടു. അപ്പോൾ അവന് പറഞ്ഞത് ഒരു ഫോട്ടോ നമ്മളെ മൊബൈലിലേക്ക് ചെയ്തു തരാൻ 20 രൂപയും പിന്നെ നമുക്ക് ഫോട്ടോ ആയിട്ട് തരണമെങ്കിൽ 50 രൂപയും പറഞ്ഞു. അപ്പോൾ പിന്നെ ഏതായാലും മൊബൈലിലേക്ക് സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ഫോട്ടോ എടുക്കാൻ നിന്നു. നമ്മളെ ഇന്ത്യ ഗേറ്റാണ് ഈ പാർക്കിൽ നിന്നാണ് കാണുന്നത് കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു അണ്ടർഗ്രൗണ്ട് വഴി ആ ഹൈവേ റോഡ് മുറിച്ച് കിടക്കണം അടി കൂടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവൻ്റെ പിന്നാലെ പോവാണ്. അവൻ ഞങ്ങളെ പിടിച്ച് ഏതായാലും ഒരു ഫോട്ടോ എടുക്കാമെന്ന് ഞങ്ങളും കരുതി. അപ്പോൾ ഇത് ഇന്ത്യ ഗേറ്റിൽ വരേണ്ട ഏറ്റവും നല്ല സമയത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. സൂര്യൻ അസ്തമിക്കുന്ന ആ സമയം തന്നെ കേട്ടോ. സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പും സൂര്യൻ അസ്തമിച്ചിട്ടുള്ള 1 മണിക്കൂറാണ് കാണാൻ ഇന്ത്യ ഗേറ്റിൽ ഏറ്റവും നല്ല സമയം. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ആ സമയത്താണ് ഇപ്പോൾ രാജസ്ഥാനിവിടെ നിന്ന് എത്തിയിട്ടുള്ളത്. ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഈ റൗണ്ട് ഓപ്പോട്ട് പോലെ കാണുന്ന വലിയ റോഡിൻ്റെ ക്രോസിങ് അണ്ടർഗ്രൗണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ഈ യാത്ര ഇപ്പം ക്ഷീണത്തിലാണ് കേട്ടോ എല്ലാവരും. കാരണം രാവിലെ പോകുന്നതിൽ 5:30 മണിക്ക് അവിടെ നിന്നുണ്ട്. ഇതുവരെ ഡ്രൈവിംഗ് ആയിരുന്നു. അതിലിടയ്ക്കൊരു ഫുഡ് ഉണ്ടാക്കൽ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇവിടെ ഞങ്ങൾ ഇന്ത്യ ഗേറ്റിൽ എത്തുമ്പോൾ തന്നെ ഏകദേശം 5 മണിയായിട്ടുണ്ട്. കുട്ടികളൊക്കെ ഫുൾ ആക്റ്റീവാണ്. അവർക്ക് പിന്നെ പാർക്ക് കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്. അവരെല്ലാവരും ഓടിക്കളിച്ച് നമ്മളെ മുന്നിൽ ഒന്നാണ്ട് പോകും, പിന്നെ ഒന്ന് റിവേഴ്സ് ഓടും. ഇതാണ് അവരെ ഓട്ടം. കുട്ടികളാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത്. കുട്ടികളായിട്ടുള്ള യാത്ര ആണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. കാരണം അതൊരു ടാസ്ക്കാണ്. ഇതിൽ 6 കുട്ടികളാണ് ഞങ്ങളതിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ നോക്കൽ വലിയൊരു ടാസ്ക്കാണ്. കാരണം ഒരാൾ ആൾക്കൂട്ടത്തിൽ ആണ്ട് വരും. നല്ല ക്രൗഡുള്ള സമയമാണിത്. ഒരാൾ ആണ്ട് മുങ്ങും, പിന്നെ അവരെ തിരഞ്ഞെടുക്കണം. ഓടിയിട്ട് കുട്ടികളൊരു ഇതില്ല. ഇത് നല്ല മണ്ണിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ടാണ്. സൈഡൊക്കെ ഒരു ഇതുപോലെ മണ്ണിൻ്റെ കട്ട പതിച്ച ഒരു സിസ്റ്റമാറ്റിക്കാണ് ഈ കാണുന്നത്. ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. സൂര്യാസ്തമയമായി. അവിടെ ഒരു ചെക്കിങ് ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ പോകുന്നു. ഇത് പിന്നെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസും ഗ്രാഫും കാര്യങ്ങളൊക്കെ എല്ലാ ചുമരുകളിലും പതിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്ത്യ ഗേറ്റിൻ്റെ അണ്ടർഗ്രൗണ്ട് പാസ് ചെയ്യണം. ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു ചെറിയ ചരിത്രം പറയുകയാണെങ്കിൽ, ഇന്ത്യ ഗേറ്റിൻ്റെ ശില്പി എഡിൻ ന്യൂട്ടസാണ്. 1921 പണി തുടങ്ങിയത്. 1931 പണി ഫിനിഷായി. പിന്നെ ഇതിൻ്റെ ഉയരം 42 മീറ്ററാണ് ഇന്ത്യ ഗേറ്റിൻ്റെ ഉയരം. പിന്നെ ലോകത്തെ ഏറ്റവും വലിയ യുദ്ധസ്മാരകം എന്നതിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരണപ്പെട്ട സൈനികരുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം മരണപ്പെട്ട സൈനികരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അമർ ജവാൻ ജ്യോതി ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ പാർക്കിങ്ങിന് കുറച്ച് പാടുപെട്ടു. കാരണം ഈ റൗണ്ട് അബൌട്ട് പരിചയമില്ലല്ലോ.
ഏകദേശം 2 റൗണ്ട് ഫുള്ള് അടിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ പാർക്കിങ്ങനെ അവിടെ കിട്ടിയത്. പാർക്കിങ് കിട്ടിയോടുകൂടി പിന്നെ കഴിച്ചിലായി, നല്ലവരെ ക്ഷീണിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഇന്ത്യ ഗേറ്റിൽ എത്തുന്ന മുമ്പ് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നത് കാരണേ റോഡുകൾ മാറി. പാലത്തിൻ്റെ മുകളിൽ കയറുന്നത് പകരം അടിയിൽ കയറി. പിന്നെ അങ്ങനെ കുറച്ച് സമയം ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും കയറി ഇറങ്ങിയിട്ടൊന്ന് തിരിഞ്ഞ് നമ്മളൊന്ന് തിരിച്ചു വിട്ട് അത്രേ ഉള്ളൂ. പോലീസ് പിടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നല്ല ചളിയായിട്ടുണ്ട്. ഓരോ സ്ഥലത്തുനിന്നും ഞങ്ങൾ വണ്ടിയൊക്കെ കഴുകുന്നുണ്ടെങ്കിലും എന്താ പറയുക, ഈ ലോങ് ട്രിപ്പിൽ നല്ല ചളിയാണ്. നമ്പർ ബോർഡ് ശരിക്കും കാണാത്ത കോലത്തിൽ ചളിയാവും. ചളി പറഞ്ഞ ഒരു കരിക്കളർ. ഞങ്ങൾ ഓരോ റൂം എടുക്കുമ്പോൾ ഞങ്ങൾ ക്ലീൻ ആക്കിയിരുന്നു. എന്നിട്ടും അങ്ങനെ തന്നെ. അവിടെ നിന്നായാലും ഫാമിലിനെ കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ല. ഞങ്ങളെ വണ്ടിക്കാണെങ്കിൽ കൂളിംഗ് ഗ്ലാസ്സും ഉണ്ട്. അതിനാണെങ്കിൽ ഞങ്ങൾ 1-2 സ്ഥലത്ത് ഫൈനൊക്കെ ചോദിച്ചെങ്കിലും വല്ല തരികിട പറഞ്ഞ് പോകുന്നതാണ്. ഇവിടെയും പിടിച്ച് ഫാമിലിനെ കണ്ട് പിന്നെ ഓലാണ്ട് ഒഴിവാക്കി. പിന്നെ ഭയങ്കര ട്രാഫിക്കിലാണ് അവർ പിടിക്കണത്. ഇവർ ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നിട്ടൊന്നുമല്ല, വണ്ടി നമ്മൾ ട്രാഫിക്കിൽ നിർത്തുന്ന സ്ഥലത്തിട്ടാണ് പിടിച്ചത്. എന്തായാലും അവിടുന്ന് ഞങ്ങളങ്ങനെ കുഴപ്പമില്ലാതെ കഴിച്ചിലായി. ഫാമിലി ആയതുകൊണ്ട് പോലെ അങ്ങനെ അതുപോലെ ഡിക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി, അതൊക്കെ ചെയ്തിട്ടാ. പിന്നെ ഡ്രസ്സും അടിയിൽ പാത്രങ്ങളൊക്കെയാണ് ഓല് തുറന്ന് ജസ്റ്റ് നോക്കി. പിന്നെ ഞങ്ങളോട് പോകാൻ പറഞ്ഞു. ഞങ്ങളവിടുന്ന് പോന്നു. ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലെത്തി. പിന്നെ നല്ല ബെസ്റ്റ് സമയം കേട്ടോ. നല്ല കാണാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്വതന്ത്രം നമ്മളെ പതാകൻ്റെ കളറിലതാ ഇന്ത്യ ഗേറ്റിൽ ലൈറ്റുകൾ കത്തിക്കണേ. നല്ല ശരിക്ക് വന്നിട്ട് ആസ്വദിക്കാനുണ്ട്. ഡൽഹിയിൽ വന്നാൽ എന്തായാലും ഒരു 4 ദിവസം കറങ്ങിയെങ്കിൽ നമുക്ക് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റും, ഓരോ സ്ഥലങ്ങളും. ഇതിനൊക്കെ ഈ സമയത്ത് തന്നെ വന്ന് നമ്മൾ കാണണം. പകലിൽ കാര്യമില്ല. ഈ ഒരു ടൈമിലാണ് ഏറ്റവും കൂടുതൽ ക്രൗഡുള്ളതും. ഇന്ത്യ ഗേറ്റിൻ്റെ ആ പിക്ചറൊക്കെ കാണുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണേണ്ടൊക്കെ ഡബിൾ ക്ലാരിറ്റിയിൽ നമുക്ക് ലൈവിൽ കാണാൻ പറ്റണത്. പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്, കുട്ടികൾ നമ്മളെ മറ്റേ ഇതിനൊക്കെ കാണുന്ന സാധനം ഉണ്ടല്ലോ, ലൈറ്റ് കത്തുന്ന സാധനം റബ്ബർമ കുടുക്കിയിട്ട് മേലേക്ക് വിടണത്. അത് വാങ്ങി 2 കുട്ടികളത് വിടും. പിന്നെ അത് വേറെ എവിടേക്കെങ്കിലും പോവും, അത് എടുക്കാൻ പോവുക. ഒരു പണി തന്നെ ഇരുന്ന് അവലൊരു കളിയേ. അവർക്കാണെങ്കിൽ അതില്ലെങ്കിൽ കുട്ടികൾ മുഴുവൻ ഇതിലിപ്പോൾ വീഡിയോയിൽ കാണാതെ ഓരോരുത്തരും മേലേക്ക് വിടുന്നത്, ലൈറ്റും കത്തിയിട്ട് പൊന്തണ. ഈ ഇരുട്ടാണ് സമയത്തായതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഏതായാലും ഞങ്ങളങ്ങനെ ഇന്ത്യ ഗേറ്റ് ഒരു ഫാമിലി ആരും കണ്ടിട്ടില്ല. ഞാൻ മുമ്പ് 2003 വന്ന് കണ്ടിട്ടുണ്ട്, 20 വർഷം മുമ്പ്. ബാക്കിയുള്ളവരെല്ലാവരും ആദ്യമായിട്ട് വരികയാണ്. ഇന്ത്യ 6 മാസമായ ചെറിയ കുട്ടിയും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് കണ്ടു. 6 മാസമായി അവനക്കും കാണാൻ ഭാഗ്യമുണ്ടായി. നല്ലൊരു അന്തരീക്ഷവും വലിയ ചൂടൊന്നുമില്ല ഈ വൈകുന്നേരം ആയതുകൊണ്ട്. ഉച്ച സമയത്ത് ഡൽഹിയിൽ നല്ല ചൂടാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ പോയ സമയത്ത് ഹെവി ചൂടാണുള്ളത്. പിന്നെ ഞങ്ങളിപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡ് ഓൾറെഡി ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ വണ്ടിയിൽ കയറി ഇവിടെ വന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ റൂം സെറ്റാക്കിയിട്ടുണ്ട്. റൂമിലേക്ക് പോയ ഉടനെ തന്നെ ഭക്ഷണം കഴിക്കാം. കാരണം ഉണ്ടാക്കാനൊന്നുമില്ല. റൂമിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ റൂം ഏതായാലും അവിടെ പോയിട്ടൊന്ന് ഞങ്ങൾ വരുന്ന വഴി തന്നെ റൂമൊന്നും എടുത്തിട്ട് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് റൂമിൽ ഇനിയിപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ കൊണ്ട് പോന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞങ്ങൾ കാശ്മീർ പോകേണ്ട ദിവസമായിരുന്നു പ്ലാനിങ്ങിൽ. പക്ഷേ എൻ്റെ ഒപ്പമുള്ള റിയാസിൻ്റെ ദുബായിലെ വീട്ടിൽ നിന്ന് കോൾ വന്നു. അവർ ലണ്ടനിൽ നിന്ന് വരികയാണ്. അപ്പോൾ 29-ാം തീയതി ദുബായിലെത്തണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി കാശ്മീരിലേക്ക് പോകാനൊരു ദിവസം 600 കിലോമീറ്റർ ഉണ്ട്, വരാനൊരു ദിവസം. ഒരു ദിവസം തങ്ങളോട് 3 ദിവസം കൂടി എക്സ്ട്രാ വരും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ കാശ്മീരിലേക്കുള്ള പോക്ക് ക്യാൻസൽ ചെയ്തു. 13 ദിവസത്തെ പരിപാടിയായിരുന്നു ഞങ്ങൾ വരുമ്പോൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം 3 ദിവസത്തെ പരിപാടി കട്ടാക്കണം. കാരണം ഇനി നമുക്ക് അവിടെ എത്തണമെങ്കിൽ എന്നാൽ തന്നെ 28-ാം തീയതി ഉച്ചയ്ക്ക് എത്തുള്ളൂ.
29-ാം തീയതി മോർണിംഗിലാണ് അവൻ്റെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നാളെ ഡൽഹിയിലുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം ഡൽഹിയിൽ നിന്ന് നാളെ ഞങ്ങൾ തിരിക്കും. നാളെ ഞങ്ങൾ ഡൽഹിയിൽ ഇനി 4 സ്ഥലങ്ങളാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. 1 ഡൽഹി ജുമാ മസ്ജിദ്, 2 സൂ, 3 റെഡ് ഫോർട്ട്, 4 കുത്തുബ് മീനാർ. ഈ സ്ഥലങ്ങളൊക്കെ നാളെ ഞങ്ങൾ കാണണം. അതേപോലെ ലോട്ടസ് ടെമ്പിൾ കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് നാളെ രാത്രി താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്ര തുടരും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ഇത് കഴിഞ്ഞ്. അപ്പോൾ നാളെ നമുക്ക് റെഡ് ഫോർട്ടിൻ്റെ വീഡിയോയുമായി കാണാം. ബൈ.